പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മൾ പലപ്പോഴും സമൃദ്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരതിനെ വിമർശിക്കും. ചിലർ സമൃദ്ധിയിലേക്ക് മാത്രം, അതായത് സാമ്പത്തികമായ സമൃദ്ധിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. സമൃദ്ധി, അബണ്ടൻസ്. അതായത് പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് സമൃദ്ധി എന്ന് പറയുന്നത് ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കർത്താവ് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, ഈ ഭൂമിയിലുള്ള സകലതിനെയും നീ അടക്കി വാഴുക. ആദാമിനെ ദൈവം ആദ്യം അനുഗ്രഹിച്ച് ഏൽപ്പിച്ചത് തന്നെ വാഴുവാനായിട്ട്. ഒരു കാര്യത്തിലും കുറവുണ്ടാകാനായിട്ട് ആദാമിനെ കുറിച്ച് കർത്താവിന്റെ പ്ലാൻ ഇല്ല. കർത്താവിന്റെ ആഗ്രഹം എല്ലാ മേഖലകളിലും ആദാം സമൃദ്ധിയോടെ, അനുഗ്രഹത്തോടെ, ജയത്തോടെ നിൽക്കണം എന്നത് തന്നെയാണ് കർത്താവിന്റെ. അതാണ് കർത്താവിന്റെ ഹാർട്ട്. ഇപ്പൊ കർത്താവ് ആദമിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ചത് ആദമിന്റെ എല്ലാ നിലയിലുമുള്ള വെൽബീയിങ്. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഈ തോട്ടത്തിലെ നടുവിലൊരു വൃക്ഷമുണ്ട്, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷങ്ങൾ, അത് തിന്നരുത്, അത് തിന്നുന്ന നാളെ നീ മരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷനോട് കൂടിയാണ് ദൈവം ഈ അനുഗ്രഹത്തെ, അല്ലെങ്കിൽ ആ പ്രോമിസ് ആദാമിന് നൽകിയത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ആദാം കർത്താവിനെ അനുസരിച്ചു, ജീവിച്ചിടത്തോളം അവൻ സമൃദ്ധിയിലായിരുന്നു. അനുസരണക്കേട് കാണിച്ചപ്പോൾ മുതൽ അവൻ മരണത്തിലേക്ക് മരിച്ചു. വചനം പറയുന്നത് ആ ദിവസം മരിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ച. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. സ്പിരിറ്റും സോളും തമ്മിൽ സെപ്പറേറ്റ്. എന്നാൽ മരിച്ചുപോയ മനുഷ്യന് ജീവൻ നൽകുവാനായിട്ടാണ് കർത്താവ് പിന്നെ തുടർന്നുള്ള കർത്താവിന്റെ പ്രവൃത്തിയെല്ലാം. അതുകൊണ്ട് കർത്താവ് ന്യായപ്രമാണം നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം ജീവനാണ്. നിങ്ങളുടെ വാഗ്ദത്തം, ആ ജീവനാകുന്ന വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഞാൻ പറയുന്ന ഈ കൽപ്പനകളൊക്കെ അനുസരിക്കണം. ഞാൻ ഈ പറയുന്ന സകല കൽപ്പനകളെയും പ്രമാണിച്ച് നടന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കും. നമുക്കത് കാണാൻ കഴിയുന്നത് ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കാം. 28-ാം അധ്യായത്തില്, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളും അതുപോലെ തന്നെ 13-14 വാക്യങ്ങളെ വായിക്കാം. അപ്പൊ അവിടെ ഈ അനുഗ്രഹങ്ങളെ വലിയൊരു പട്ടികയാണ് 28-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം മുതൽ 12-ാം വാക്യം, 3-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ പറയുന്നത്. എന്നാൽ അതിൽ 1-2 വാക്യങ്ങളെ ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മിതവുന്നതമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹം എല്ലാം നിനക്ക് സിദ്ധിക്കും. 2-ാം വാക്യം. എന്നാൽ അതിന്റെ 13-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. അപ്പൊ ഇവിടെ ഈ 3 വാക്യങ്ങളിൽ, ഈ 28-ാം അധ്യായത്തിന് 1-2 വാക്യവും 13-ാം വാക്യത്തിലും ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവം നൽകിയ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിച്ച് നടന്നാൽ ഉണ്ടാകുന്ന നന്മകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനകത്തുണ്ടാകുന്ന ബെനിഫിറ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ അവിടെ കാണുന്നത്. പക്ഷെ ആ ബെനിഫിറ്റ് അവിടെ നമ്മൾ കാണുമ്പോൾ ആ ബെനിഫിറ്റിനെ കുറിച്ച് അവിടെ പറയും. ആ ബെനിഫിറ്റ്, ആ അനുഗ്രഹങ്ങൾ, ആ വാഗ്ദത്തം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ കർത്താവ് പറയുന്ന സകല കൽപ്പനകളെയും പ്രമാണിച്ച് നടക്കണം. അപ്പൊ കർത്താവ് തന്നെ തന്റെ പ്രമാണം അവർക്ക് നൽകിയപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? നിങ്ങൾ ഈ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിച്ച് നടന്നാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണ്? ജീവനും മരണവും
ജീവനും മരണവും നിന്റെ മുമ്പാകെ ഞാൻ വയ്ക്കുക. നീ ജീവനോടിരിക്കേണ്ടതിന് ഈ കൽപ്പനകളെ പ്രമാണിച്ച് ഈ ജീവനെ തെരഞ്ഞെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത് ജീവനെ തെരഞ്ഞെടുക്കണം. മരണത്തെ നിനക്ക് തെരഞ്ഞെടുക്കാം, ജീവനെ തെരഞ്ഞെടുക്കാം. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പൊ ജീവനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന് വേണ്ടി നൽകി ഈ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിക്കുക. അതാണ് ജീവനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ ആ ഒരു മേഖലയിൽ അവർക്ക് പരാജയം ഉണ്ടായെന്ന് തന്നെ പറയും. അവരത് വേണ്ട പോലെ അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കത്തക്കോണം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ പോയി. എന്നാൽ നമുക്ക് ഇത് യഹൂദന്മാർക്ക് ദൈവം മോശ മുഖാന്തരം നൽകിയ പ്രമാണങ്ങളായിരുന്നു. എന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോ പ്രമാണങ്ങളെ അല്ല കൊടുത്തത്. നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിന്നെ അനുഗ്രഹിക്കാൻ. ഒറ്റ കാര്യം പറഞ്ഞു, നീ എല്ലാം വിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കുക. അതായത് എന്റെ വഴിയിലേക്ക് നീ വരണം. ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ പ്രമാണങ്ങളല്ല കർത്താവ് കൊടുത്തത്. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിറങ്ങി വരിക. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞില്ല കള്ളസാക്ഷ്യം പറയരുത്, മോഷ്ടിക്കരുത്, ഈ കാര്യങ്ങൾ കൽപ്പനകളൊന്നും അബ്രഹാമിനോട് പറഞ്ഞില്ല. പക്ഷെ അബ്രഹാം പാപം ചെയ്യാതിരുന്നത്, അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെ ദൈവജനം അവരുടെ മരുഭൂമി യാത്രയിൽ തെറ്റിപ്പോയതുപോലെ, പിറുപിറുത്ത പോലെ, വഴക്കുണ്ടാക്കിയതുപോലെ അവർ അന്യദൈവങ്ങളെ തേടി, ഇതൊന്നും അബ്രഹാമിൽ കാണുന്നില്ല. കാരണം അബ്രഹാം പാപം ചെയ്യാതിരിക്കാനുള്ള കാരണം അബ്രഹാമിന്റെ അകത്തൊരു സമൃദ്ധിയുണ്ട്. എന്താണെന്നറിയാം, അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഇത്ര വലിയൊരു ദൈവം ഉള്ളപ്പോൾ ഞാൻ വേറെ പാപത്തിലേക്ക് പോകുന്നതിന്, വേറെ ഒന്നിനെ തേടി പോകേണ്ട കാര്യം. ഇത്ര സർവശക്തനായ ഒരു ദൈവം, സകലത്തെയും സൃഷ്ടിച്ചനായ ദൈവം ഉള്ളപ്പോൾ ഈ കൽപ്പനകൾ യഥേഷ്ടം കൽപ്പനകൾ ഉണ്ടായിട്ടും ഇവരെല്ലാം തെറ്റിപ്പോയി. എത്രയോ തെറ്റ് കാണിച്ചു. പക്ഷെ ഒരു കൽപ്പനയും കൊടുത്തില്ല. എന്നിട്ട് അബ്രഹാം തെറ്റിയില്ല. കാരണം അബ്രഹാമിന്റെ അകത്ത് സമൃദ്ധി ഉണ്ട്, അകത്ത് പ്രോസ്പർ ആയിരുന്നു, അകത്ത് തൃപ്തിയുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ അകത്തുള്ള തൃപ്തിയെ മനസ്സിലാക്കണമെങ്കിൽ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ് ആ ഒരു സീൻ നമ്മൾ ശ്രദ്ധിച്ചാൽ, അതായത് ദൈവശബ്ദം കേട്ടിറങ്ങിയാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദത്തമുള്ളത് അബ്രഹാമിന്. ഇത്രയും വാഗ്ദത്തമുള്ള അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടാക്കുക. അബ്രഹാമിന് ചോയ്സ് ഉണ്ടായിരുന്നു, ശരി ഏത് തെറ്റ് ഏത് തിരഞ്ഞെടുക്കാം. അബ്രഹാം അവിടെ വളരെ വളരെ ശാന്തമായിട്ട് അബ്രഹാം പറഞ്ഞു, ലോത്തെ, എനിക്ക് ഒരു നിർബന്ധവുമില്ല, നീ എങ്ങോട്ട് പോകുന്നു നീ അങ്ങോട്ട് പോകും, ഞാൻ അതിന് ഓപ്പോസിറ്റ് പോയിക്കോളാം, നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. കാരണം അബ്രഹാം നിറവിൽ നിൽക്കുക, നിറവോടെ നിൽക്കുന്ന അബ്രഹാമിന് ഇനി വേറെ നിലയ്ക്ക് നോക്കേണ്ട കാര്യമില്ല. പൂർണ്ണ തൃപ്തന്, സംതൃപ്തൻ. അപ്പൊ ഈ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് സമ്പത്തിന് വേണ്ടി അധ്വാനിച്ചെന്നോ ഓടിയെന്നൊന്നും കാണുന്നില്ല. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അസാധാരണമായ ഒരു സമൃദ്ധി. ചിന്തിച്ചു നോക്കുക, ഇവിടെ ആ നീരൊഴുക്കുള്ള സ്ഥലത്ത് പോയി. ഇപ്പോഴും ഇവരുടെ രണ്ടുപേരുടെയും സ്വത്ത് ഒരുപക്ഷെ ഈക്വൽ ആയിരിക്കും, നമുക്കറിയില്ല, അങ്ങനെ എഴുതിയിട്ടില്ല. എന്നാലും ഞാനൊരു മനസ്സിലാക്കൽ പറഞ്ഞു, ഇപ്പോഴും ഒരുപക്ഷെ അബ്രഹാമിന്റെ സ്വത്തും ലോത്തിന്റെ സ്വത്തും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇപ്പോഴ് ലോത്ത് നീരൊഴുക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയും അബ്രഹാം ഈ വരണഭൂമി തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പം സാധ്യത എന്തിനാണ്? ലോത്ത് അബ്രഹാമിനേക്കാളും കൂടുതൽ വളരാൻ സാധ്യതയുണ്ട്. പക്ഷെ അബ്രഹാമിന് അത് വിഷയമല്ല. അബ്രഹാമിനെ സംബന്ധിച്ചത് അത് അബ്രഹാമിന്റെ ചിന്തകളെ സ്വാധീനിക്കുന്നില്ല. അബ്രഹാം ഹൃദയത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുക, ശാന്തമായിട്ട്. അങ്ങനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കുന്ന അബ്രഹാമിനോട് കർത്താവ് പറയുക, അബ്രഹാമേ, നീ തല ഉയർത്തി കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് തരും. അപ്പൊ ഈ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാമിനെ സംബന്ധിച്ച് സ്വസ്ഥതയുള്ളവൻ. അബ്രഹാം പാപം ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം അതാണ്. അബ്രഹാമിന് കൽപ്പനകളൊന്നും കൊടുത്തില്ല ദൈവം, അല്ലേ? ആദമിനും വേറെ കൽപ്പന ഒന്നും കൊടുത്തില്ല. ഈ പഴം തിന്നുന്ന നാളെ മരിക്കും, പഴം തിന്നരുത്, ആ ഒരു കൽപ്പനയുണ്ട്. അബ്രഹാമിന് ദൈവം വേറെ കൽപ്പനകളൊന്നും കൊടുത്തില്ല. ഉടമ്പടി ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ് പരിച്ഛേദന ഏൽക്കണം, അതൊരു ഉടമ്പടിയുടെ നിനക്കും എനിക്കും മധ്യേ അത് അടയാളമായി, അതേ കർത്താവ് പറഞ്ഞു. അല്ലാതെ ദൈവം കൽപ്പനകൾ, ഇന്ന കാര്യങ്ങളെ പ്രമാണിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാതിരിക്കരുത്, ഇന്ന കാര്യം ചെയ്യാതിരിക്കരുത്, ശബത്ത് ദിവസത്തെ ആചരിക്കണം, ഇങ്ങനത്തെ ഒരു പ്രമാണവും അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞില്ല.
അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞില്ല. അപ്പൊ അബ്രഹാമിനോട് കർത്താവ് അങ്ങനെ ഒരു കൽപ്പനകളും നൽകാതിരിക്കെ ഒരു പ്രമാണം അവർക്ക് നൽകിയിട്ടില്ല. പക്ഷെ അബ്രഹാം തെറ്റിയില്ല. കാരണം അബ്രഹാമിന് ദൈവത്തോടുണ്ടായിരുന്ന കൂട്ടായ്മയും ആ ഫെയ്ത്ത് ഉണ്ടല്ലോ. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ, പാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ഒരു കൽപ്പന ഇല്ലെങ്കിലും പാപം ചെയ്തില്ല. എന്നാൽ ദൈവത്തെ വിശ്വസിക്കാത്തവൻ 1000 കൽപ്പന ഉണ്ടെങ്കിലും അവൻ തെറ്റിക്കും. ഈ അബ്രഹാമിന്റെ സമൃദ്ധി അവിടെയാണ്. അബ്രഹാമിന്റെ ദൈവം വാഗ്ദത്തങ്ങൾ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വലിയ ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവം പ്രോമിസും, ഞാൻ നിനക്ക് സന്തതിയെ തരും. ദൈവം വാഗ്ദത്തം, ഈ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിന്റെ തലമുറയ്ക്ക് തരും, നിനക്കും നിന്റെ തലമുറയ്ക്കും ശാശ്വതമായി തരും. ഇതൊക്കെ ദൈവം പ്രോമിസ് കൊടുത്ത അബ്രഹാം. ഈ വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ച അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. നമ്മൾ ഇന്നലെ എബ്രായ ലേഖനത്തില് അതിന്റെ 11-ാം അധ്യായം 39-40 വാക്യങ്ങൾ നമ്മളത് വായിച്ചു. 39-ാം വാക്യം പറയുന്നത് വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. 40-ാം വാക്യത്തിൽ പറയുന്നത് രക്ഷാപൂർത്തി പ്രാപിച്ചു. ഇപ്പൊ രക്ഷാപൂർത്തിയോ വാഗ്ദത്ത നിവൃത്തിയോ പ്രാപിക്കാത്ത അബ്രഹാം, ആ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരിടത്തും തെറ്റിപ്പോയി. കാരണം എന്താ? ആ ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു അവനെ നടത്തി. അങ്ങനെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങളെ നൽകി. ആ വാഗ്ദത്തങ്ങളെ നൽകിയവനായ ദൈവം ഇസഹാക്ക്, യാക്കോബിന് ശേഷം വരുന്ന സന്തതിക്ക് ദൈവം നൽകിയ വലിയ കൽപ്പന, വലിയ പ്രമാണമാണ് ന്യായപ്രമാണം. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ നിക്ഷേപമായി, അവർക്കതൊരു വലിയ അടിസ്ഥാനമായിരുന്നു അവർക്ക് നൽകപ്പെട്ട കൽപ്പന. അപ്പൊ ആ കൽപ്പനകൾ, അവർക്ക് നൽകപ്പെട്ട കൽപ്പനകൾ അവരുടെ ജീവിതത്തിനകത്ത് ഒരു നിർബന്ധം കൊണ്ടുവന്നു. ശബത്ത് ആചരിക്കണം, പെരുന്നാളുകൾ ആചരിക്കണം, ആഘോഷിക്കണം, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിച്ച് എന്തെല്ലാം കടമകൾ ചെയ്യണം, മനുഷ്യനെ സ്നേഹിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാതിരിക്കണം. ഈ കൽപ്പനകളെല്ലാം ദൈവം കൊടുത്തു. ഈ കൽപ്പനകളെല്ലാം അവർക്ക് ലഭിച്ചുവെങ്കിലും കൽപ്പനകളൊന്നും അവരുടെ ജീവിതത്തിനകത്ത് അവരുദ്ദേശിച്ച നിലയിലുള്ള, അവര് ആഗ്രഹിച്ച നിലയിൽ, അതായത് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടിരുന്ന പോലെ, ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടിരുന്ന പോലെ, യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പോലെ ആ അനുഗ്രഹത്തിന്റെ തലത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കാതെ പോയി. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമായിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനുള്ള സാധ്യതകൾ അടഞ്ഞു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ജനം, വാഗ്ദത്തം ലഭിച്ചു, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. അവര് കാത്തിരുന്ന ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് മശിഹായ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുക. അപ്പൊ മശിഹായ്ക്ക് വേണ്ടി അവർ കാത്തിരുന്ന അവരുടെ ജീവിതത്തിനകത്ത് അവരെ നമ്മള് സ്ലോലി നമുക്ക് കാണുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവർ ആ മശിഹയെ അവർ തിരിച്ചറിഞ്ഞില്ല. മശിഹയെ ദൈവം നൽകി, പക്ഷെ അവർ തിരിച്ചറിഞ്ഞില്ല. അവര് ആ ക്രിസ്തുവിനുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് അവർക്കില്ലാതെ പോയി. ക്രിസ്തുവിനെ വേണ്ട പോലെ അവർ കണ്ടില്ല, മനസ്സിലാക്കിയില്ല, തിരിച്ചറിഞ്ഞു. അവർക്ക് തോന്നിയതെല്ലാം ചെയ്തു. അങ്ങനെ വചനത്തിൽ പറഞ്ഞു, യോഹന്നാനോട് ചെയ്ത പോലെ തന്നെ. അപ്പൊ അവർക്ക് ഈ അബ്രഹാമിനും ഇല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ഇവർക്കും വാഗ്ദത്തമാണ്. അപ്പൊ ഇവരുടെ വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം: അവർ ഇസ്രായേലിൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. അപ്പൊ വാഗ്ദത്തമെല്ലാം അവർക്കുള്ളത്. ഇത് സീനായ് മലയോട് ചേർന്ന് നൽകപ്പെട്ട ഉടമ്പടിയോട് ചേർന്നുള്ള വാഗ്ദത്തത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അബ്രഹാമിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് പറയുന്നത്, അബ്രഹാമിന്റെ വാഗ്ദത്തം ഗലാത്യ ലേഖനം 3:16 പറയുന്നതനുസരിച്ച് അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്ര പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ഇപ്പൊ സന്തതി, ക്രൈസ്റ്റ്, ക്രിസ്തുവാണ് സന്തതി. ക്രിസ്തുവാകുന്ന വാഗ്ദത്ത സന്തതി, ക്രിസ്തുവിനാണ് ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയത്.
അങ്ങനെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച അബ്രഹാമിന്റെ സന്തതി. ഈ വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം 49-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തില് അതിന്റെ 24-ാം അധ്യായത്തിന്റെ 49-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ഇവിടെ വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം: അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്തിനാണ്? വാഗ്ദത്തത്തിന്. അപ്പൊ വാഗ്ദത്തം പ്രാപിക്കാനായിട്ട് ഇവർ കാത്തിരിക്കണമെന്ന്. അപ്പൊ എന്തായിരുന്നു വാഗ്ദത്തം? നമുക്കറിയാം, 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1-8 പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുമ്പോൾ, കർത്താവ് മറിയോട് പറഞ്ഞു, ദൂതൻ മറിയോട് പറഞ്ഞ പോലെ അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവ്, ദൈവശക്തി, ദൈവകൃപ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. അത് കർത്താവ് പറഞ്ഞ കാര്യം. എപ്പോഴാണ് ഇവർ സാക്ഷികളാകുന്നത്? പരിശുദ്ധാത്മാവ് വരും, ശക്തി വരും. അപ്പൊ പരിശുദ്ധാത്മാവാണ് ശക്തി. ഇവർ ആ ശക്തി പ്രാപിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിന്റെ യാത്രയുടെ വേഗത കൂടി. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലേക്ക് ദൈവം അയക്കുക എന്ന് പറയുന്നത് അവന്റെ വാഗ്ദത്ത നിവർത്തി. പരിശുദ്ധാത്മാവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചു, ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വാഗ്ദത്ത നിവർത്തി ലഭിച്ചു, പരിശുദ്ധാത്മാവ്. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തം ക്രിസ്തുവിലൂടെ ലോക മാനവ ജാതിയുടെ മുഴുവൻ പാപത്തിന്റെയും വില കൊടുത്തു. അവർക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദത്തമായിരുന്ന ക്രൈസ്റ്റ്, മശിഹ, യഹൂദന്മാർക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദത്തമാകുന്ന മശിഹ, ആ മശിഹയിലൂടെ, ക്രിസ്തുവിലൂടെ സകല ലോകത്തിന്റെയും പാപത്തിനും പരിഹാരം വരുത്തി. സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരം. എന്നാൽ പരിഹാരം വരുത്തിയെങ്കിലും ആ പരിഹാരം വ്യക്തികൾ അനുഭവിക്കണമെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം. യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. അതാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റു പറയണം. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം, ആ അറിവ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. യേശുവിനെ കർത്താവ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്താണ് ശക്തി? അതായത് പുത്രന്റെ അവകാശങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രതികരിക്കാൻ നമുക്ക് നൽകുന്ന ധൈര്യമാണ്, അറിവാണ്, ബോധ്യമാണ് അഭിഷേകം, ശക്തി, അഥവാ ഹല്ലേലൂയ ഈ വാഗ്ദത്ത നിവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതായ വളരെ പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവാണ്. അപ്പൊ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണിത്. അത് നമ്മൾ അതിന്റെ 14-ാം അധ്യായത്തില് അതിന്റെ 17-ാം വാക്യം,
ലോകം പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. 17 വാക്യം ഞാൻ വീണ്ടും ഒന്ന് വായിക്കാം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ. അപ്പൊ അവിടെ പ്രശ്നം എന്താ? അറിവില്ലായ്മയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ അകത്തുണ്ട്, നിങ്ങളിൽ വസിക്കുന്നു. ആ അറിവില്ലായ്മയാണ് അവരെ ആമേൻ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുത്തുവാൻ തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഉണ്ടാകേണ്ടത്? ആമേൻ കർത്താവിന്, വിശുദ്ധന്മാർക്ക് ആമേൻ അല്ലെങ്കിൽ വെളിച്ചത്തിലുള്ള അവകാശത്തെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. അറിവ്, ഈ അറിവ് നമുക്ക് വാഗ്ദത്തങ്ങളെ കുറിച്ച് അറിവുണ്ടാകണം. പരിശുദ്ധാത്മ എന്ന വാഗ്ദത്തം. ഇപ്പോ ഗലാത്യ ലേഖനം 3:14 ഞാൻ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോഴവിടെ എന്താണ് സംഭവിക്കുന്നത്? അബ്രഹാമിന്റെ അനുഗ്രഹം, പ്രോമിസ് ഓഫ് എബ്രഹാം, ബ്ലെസ്സിങ്സ് ഓഫ് എബ്രഹാം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ ഒരു വാക്യം നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വായിച്ചതായ ഗലാത്യ ലേഖനം 3:16 പറയുന്നത് അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചു. എന്നാൽ റോമാലേഖനം 9:4 പറയുന്നു ദൈവജനത്തിനാണ്, അവരുടെയാണ് അവകാശം. വാഗ്ദത്തം അവരുടേതാണ്, യഹൂദന്മാരുടെയാണ്. അബ്രഹാമിന്റെ സന്തതിക്ക് മാത്രമുള്ളതാണ് വാഗ്ദത്തം എന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 1:20 പറയുകയാണ് ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ഉവ്വെന്നും ആമേനെന്നും. അപ്പൊ ദൈവം എത്ര വാഗ്ദത്തങ്ങൾ പറഞ്ഞു, അതെല്ലാം ക്രിസ്തുവിലായപ്പോൾ ഉവ്വെന്നും ആമേനെന്നും എസ് എന്നും എയ്മാൻ എന്നുമായി. ആർക്കാണ്? സകലർക്കും. അപ്പൊ ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത പ്രകാരം അവകാശികളും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഏറ്റവും വാല്യുബിൾ ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് പ്രോമിസസ് ഓഫ് ഗോഡ്. അബ്രഹാമിന് അല്ല ജനത്തിന് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തത്തെ ഒന്ന് മുറുകെ പിടിച്ചു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചിലരെ കണ്ടിട്ടില്ലേ, ജീവിതം വളരെ സ്മൂത്ത്, അവരെ എങ്ങും എത്തത്തില്ല എന്ന് പറഞ്ഞാൽ ജീവിതം സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് തെറ്റാണല്ലോ. കാരണം അവർക്ക് ഈ വാഗ്ദത്തത്തെ ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. അവർക്ക് സമയമാകുമ്പോൾ ഭക്ഷണം കിട്ടുന്നു, കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു, എല്ലാം വളരെ സേഫ് ആണ്, കംഫർട്ടബിൾ ആണ്. അവർക്ക് ഒന്നിനെ കുറിച്ച് വറീഡ് ആകേണ്ട കാര്യമില്ല. എവറി ഏരിയയിൽ അവരങ്ങ് എൻജോയ്. പക്ഷെ ചിലരുടെ ജീവിതത്തിൽ വെല്ലുവിളികളെ ഉള്ളൂ. പക്ഷെ ആ വെല്ലുവിളികളുടെ നടുവിൽ അവരെ നിർത്തുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിന്റെ ബോധ്യം അവരുടെ അകത്ത് വരുമ്പോഴല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമ്മള് അടുത്ത ഭാഗത്തും ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്, ഈ വിഷയത്തോട് ചേർന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് സമൃദ്ധി എന്ന് പറയുന്നത്? സമൃദ്ധി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കാൻ തന്നെ. എന്താണ് ഈ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം? അതിന്റെ പ്രത്യേകത എന്താണ്? ഈ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രോസ്പെരിറ്റി ആയിട്ട് ബന്ധം. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസ്. നമ്മുടെ ലൈഫിൽ കാണുന്ന എല്ലാ പ്രൊവിഷനെയും ചലഞ്ചസിനെയും ക്രിസ്തുവിൽ കാണുന്നതാണ് ശരിക്കും പ്രോസ്പെരിറ്റി. അതായത് എനിക്ക് ധാരാളം സ്വത്തുണ്ടെന്നിരിക്കട്ടെ, ആ സ്വത്തുള്ളപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിന് കാരണം ക്രിസ്തുവാണ്, ക്രിസ്തു എന്നിൽ വന്നതാണ്. 2, എനിക്ക് വലിയ വെല്ലുവിളികളാണ്, പലവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുക. ആ വെല്ലുവിളികളുടെ ആ ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് ആമേൻ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഹല്ലേലൂയ, ഐ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. എൻ്റെ ദൈവം ശക്തനാണ്, ഇത് ചെയ്തു തീർക്കാൻ, ഇതിനെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് എന്ന അസാമാന്യമായ ബോധ്യം. ഹല്ലേലൂയ, യെസ്. അപ്പൊ ഇതാണ് പ്രോസ്പെരിറ്റി. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെടുമ്പോൾ നമ്മൾ മറക്കരുത്, നമ്മൾ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികളായിട്ട് മാറുകയാണ് പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധാത്മ നമ്മുടെ അകത്തുണ്ട്, പരിശുദ്ധാത്മ എന്നിൽ വസിക്കുന്നു. പരിശുദ്ധാത്മ എന്നിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യമാണ് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മുഴുവനായി മാറ്റിമറിക്കുന്നത്.
അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് എന്ത് കിട്ടി? പുത്രത്വം. നാം മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് പറഞ്ഞിരിക്കുന്നു. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. റോമാലേഖനം 8:15. വീണ്ടും നമ്മൾ ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞിരിക്കാം. മനോഹരമായ ഒരു കാര്യം അല്ലെ? ചിന്തിച്ചു നോക്കിക്കേ, പുത്രത്വം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന പുത്രത്വം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ലഭിച്ചപ്പോ നമുക്ക് ലഭിച്ച പുത്രത്വമല്ലേ, ആ പൊസിഷനില്ലേ, അതാണ് ശരിക്കും പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ധനമല്ല, നമ്മുടെ ഉള്ളിലെ ധനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമൃദ്ധിയായി മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആമേൻ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തില് കർത്താവെ ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവെ ആ കർത്താവിന്റെ വാഗ്ദത്തങ്ങളുടെ സമൃദ്ധി, അത് പരിശുദ്ധാത്മാവിലുള്ള ഞങ്ങളുടെ യഥാർത്ഥ വിളിയുടെ ആഴവും ബോധ്യം, ആ ബോധ്യം ഞങ്ങളുടെ അകത്ത് തന്ന ആ ബോധ്യത്തിൽ കാര്യങ്ങളെ ജയത്തോടെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിടത്തും വീണു പോകാതെ നിരാശയിലും ദാരിദ്ര്യത്തിലും ശാപത്തിലും തകർച്ചയിലും കുറ്റബോധത്തിലും ആമേൻ കിടന്ന് വലയേണ്ടവരല്ല ഞങ്ങൾ. കാരണം യേശു ക്രിസ്തു അതിനുവേണ്ടി മുഴുവൻ വിലയും കൊടുത്തു. ഞങ്ങളുടെ പാപത്തെയും ശാപത്തെയും ദാരിദ്ര്യത്തെയും രോഗത്തെയും മുഴുവനായി കർത്താവ് ക്രൂശിൽ ചുമന്ന് തീർത്തു എന്ന ആമേൻ ആ വലിയ ബോധ്യത്തോടുകൂടെ കാര്യങ്ങളെ ആമേൻ തരണം ചെയ്ത് വെല്ലുവിളികളെ ഫേസ് ചെയ്ത് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാൻ പരിശുദ്ധനായ ദൈവമേ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിന്റെ പരാജയങ്ങളെ, അതേ വെല്ലുവിളികളെ ആമേൻ അതിനെ ഇഗ്നോർ ചെയ്ത് അതിനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. കർത്താവേ, പ്രത്യേകിച്ച് സാമ്പത്തികമായ വലിയ വെല്ലുവിളികളിൽ കൂടെ പോകുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതെ കർത്താവ് മാറാത്തവനാണ്. അവന്റെ ഹല്ലേലൂയ വാഗ്ദത്തം മാറുകയില്ല, അവന്റെ കൽപ്പന മാറുകയില്ല. അവൻ ഉന്നതനാണ്, ശക്തനാണെന്നുള്ള ബോധ്യത്തോടും എല്ലാ വിഷയങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കയ്യിൽ ദൈവം കൽപ്പനകളൊന്നും കൊടുത്തില്ല, പക്ഷെ അബ്രഹാം പാപം ചെയ്തു. കാരണം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയിൽ വാഴാനായിട്ട് സകല വാഗ്ദത്തങ്ങളും അവകാശമാക്കി അതിൽ നിലനിൽപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തുക. ഈ പ്രോഗ്രാമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. അത് നിശ്ചയമായിട്ട് ഒരുമിച്ച് പരിശുദ്ധാത്മ വളരുവാൻ അത് മുഖാന്തരമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.